ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഡിവൈഎഫ്ഐയും സിപിഐഎമ്മും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടെലഫോൺ എക്സ്ചേഞ്ച് വളയൽ സമരം നടന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതേസമയം ദുരന്തബാധിതരുൾപ്പെടെ സിപിഐഎം നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും സത്യഗ്രഹം തുടരുകയാണ്. ഈ വാർത്ത കൂടി കാണാം. രാവിലെ 8 മണിയോടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ഉപരോധ സമരം നടന്നത്. ഓഫീസ് കെട്ടിടം വളഞ്ഞായിരുന്നു സമരം. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് ഡിവൈഎഫ്ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് ഉപരോധം അവസാനിച്ചത്. ദുരന്തബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് സിപിഐഎം നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടന്നത്. സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ സമരം ഉദ്ഘാടനം ചെയ്തു. ദുരന്തബാധിതരോട് അവഗണന തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൂരൽമലയിലെ മനുഷ്യരെ സഹായിക്കാനുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്രം പോകണം. അങ്ങനെ പോകുന്നത് വരെയുള്ള സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ ചൂരൽമലയിലെ ദുരിതബാധിതരെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് LDFന്റെ നേതൃത്വം നടത്തണം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകിയിരുന്നു. ഇതോടെ വയനാട്ടിൽ ഇടത് സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം നടന്നു. ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങളും നടന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നടന്ന ഉപരോധ സത്യാഗ്രഹ സമരങ്ങൾ. കൈരളി ന്യൂസ്, വയനാട്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അനൂപ് KR കൂടി ചേരുകയാണ്. അനൂപ്, ആ പ്രതിഷേധങ്ങളിലൊക്കെ ആ ചൂരൽമലയിൽ ചെളിക്കും വെള്ളത്തിനുമൊപ്പം ആ ജനതയോട് ചേർന്ന് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരെ കൂടി കാണാമായിരുന്നു. നമുക്കൊക്കെ പരിചിതമായ മുഖം. ഇപ്പോൾ ശ്രീ ഗഗാറിൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സെഷൻ നടത്തിപ്പോയ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത്. ശ്രീ അനൂപ് KR. അതെ, തീർച്ചയായും ആ വിധത്തിലുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് വയനാട്ടിൽ ജനങ്ങൾ, അല്ലെങ്കിൽ ദുരന്ത ബാധിതർ. CPM നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള സമരങ്ങൾ ദിവസങ്ങളായി നടന്നു വരികയാണ്. സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധിക്ക് കേന്ദ്രം നിലപാട് വ്യക്തമാക്കി കത്ത് നൽകിയതിനു ശേഷം വയനാട്ടിൽ ഇതുപോലുള്ള സമരങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനു മുൻപ് തന്നെ ഈ കേന്ദ്ര സർക്കാർ ഈ ദുരന്തം പിന്നിട്ട് ഏതാണ്ട് 120 ദിവസങ്ങൾ കഴിയുമ്പോഴും ആ വിധത്തിൽ ഒരു പരിഗണനയോ മറ്റോ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നതാണ്. സംസ്ഥാന സർക്കാർ താൽക്കാലിക പുനരധിവാസം 1 മാസത്തിനകം പൂർത്തിയാക്കി. അതിനുശേഷം സ്ഥിര പുനരധിവാസം എന്ന വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. വലിയ സാമ്പത്തിക ഒരു കണ്ടെത്തേണ്ട ഒരു ആവശ്യമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒട്ടേറെ മുന്നേറി കഴിഞ്ഞു. 2 സ്ഥലങ്ങൾ നിർണ്ണയിക്കുകയും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ. ഇതിനിടെ ഈ ദുരന്തം നേരിട്ടവർക്ക്, മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം, അതോടൊപ്പം ഓരോ കുടുംബത്തിനും താൽക്കാലിക അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം, അടിയന്തര സഹായം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ആവശ്യമാണ്. എന്നാൽ അത് നൽകുന്നില്ലെന്ന് മാത്രമല്ല, അതില്ല എന്ന ഒരു പ്രത്യക്ഷ പ്രതികരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ശരി അനൂപ്, എന്തായാലും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ, മോദിയുടെ അവഗണനയ്ക്കെതിരെ, കണ്ണിൽ ചോരയില്ലാത്ത കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ ഇടത് പ്രതിഷേധം തീർക്കുകയാണ്. ഈ പ്രതിഷേധം ദില്ലിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നാണ് CPIM നേതൃത്വവും പറയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് അനൂപ് KR നൽകിയത്.